സിനിമ ഒന്നും വിജയിക്കുന്നില്ല അവിടെ, എല്ലാം പരാജയത്തിലേക്ക്. നിർമ്മാതാക്കളുടെ സംഘടന ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഒരു മുടക്കുമുതലും ഇതിൽ കിട്ടിയിരിക്കുന്ന പൈസ മുടക്കുമുതലും ഇടുമ്പോൾ ചില ആളുകൾ വരാൻ മടിക്കുന്നു. അങ്ങനെയും സിനിമാ വ്യവസായം ഇല്ലാതെയാകാൻ പോകുന്ന ഒരു സാഹചര്യം അങ്ങനെയല്ല കാണുന്നു. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ, അതായത് വന്നിട്ട് ഹസ്ബൻഡ്, വൈഫ്, പിള്ളേർ ഒക്കെ ഉള്ളപ്പോൾ ആ ഹസ്ബൻഡിന് ഒരു ജോലിയുണ്ട്, അതിൻ്റെ അകത്തൊരു മാസശമ്പളം ഉണ്ട്. ഒരു 50,000 രൂപ മാസശമ്പളമുള്ള ഒരാൾക്ക് ആ 50,000 രൂപയ്ക്കുള്ളിലായിരിക്കണമല്ലോ അവരുടെ ആ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി അല്ലെ? 50,000 രൂപ ഉള്ളൂ നമ്മുടെ വരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ 75,000 രൂപയുടെ ചിലവല്ലല്ലോ ചെയ്യണ്ടേ. അപ്പോൾ 50,000 രൂപയ്ക്കുള്ളിൽ നിൽക്കണം, അപ്പോഴേ ഉള്ളൂ ആ ആൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലായി പോയി കഴിയുമ്പോഴത്തേനും അത് ഒരു കടബാധ്യതയിലേക്ക് ഈ PVN പോവുകയാണ്. പെട്ടെന്ന് കമ്പനി തീരുമാനിക്കുകയാണ് 50,000 രൂപ ശമ്പളമുള്ളവരുടെ എല്ലാം ശമ്പളം പെട്ടെന്ന് 30 ചുരുക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും അവർ, ഞാൻ പറഞ്ഞത് അയ്യോ ഞങ്ങൾ 50,000 കിട്ടിയപ്പോൾ 50,000 കിട്ടിയതുപോലെ നമുക്ക് ജീവിക്കാം, 30,000 ശമ്പളം കുറച്ച് കഴിഞ്ഞാൽ ആ 30,000 ഉള്ളിലേക്ക് നമ്മുടെ ആ ജീവിത സാഹചര്യത്തെ കൊണ്ട് എത്തിക്കണം എന്ന് പറയുന്ന പോലെ സിനിമാ വ്യവസായത്തിൽ കറക്റ്റാണ്. ഒരു നല്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും നന്നായിട്ട് ശമ്പളമൊക്കെ ഈവൻ വാങ്ങിച്ചു. ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും വരണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ വരണ്ടേ, വന്നാലേ ഉള്ളൂ ഇൻഡസ്ട്രി വ്യവസായത്തിൽ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. എനിക്ക് ഇപ്പം ഈവൻ ഒരു ആർട്ടിസ്റ്റ് ഭയങ്കരമായിട്ട് ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ആളെ വെക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ആ ആൾക്ക് പകരം വേറെ ആളിലേക്ക് പോകാം. പറഞ്ഞു മനസ്സിലായി? ഇവിടെ നമ്മൾ കമ്പൽ ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ സഹകരിക്കണം എന്ന് പറയുമ്പോൾ ചിലവർക്കത് പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. കുറച്ച് സമയം എടുത്തിട്ടേ ഉള്ളൂ ചിലവർ സ്വീകരിക്കുള്ളൂ. അപ്പം ചിലവർക്കത് മനസ്സിലായിട്ടുണ്ട്. അപ്പം മനസ്സിലായവർ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ടേംസിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് ഇപ്പം ഇത്രയും പൈസ നിങ്ങൾക്ക് പടമൊക്കെ നന്നായിട്ട് വർക്കൗട്ടായി, നിങ്ങൾ ലാഭത്തിലാവുമ്പോൾ നമുക്കൊരു കുറച്ച് പൈസ തരാം. നമുക്ക് പല രീതിയിൽ സംസാരിക്കാം. ഒരു ആർട്ടിസ്റ്റൊക്കെ ആയിട്ട്, മെയിൻ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം. അല്ലാത്ത ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും. അപ്പോൾ പടം ഇല്ലാതെ വരുമ്പോൾ, പടത്തിൻ്റെ എണ്ണം കുറയുമ്പോൾ അവർക്കത് മനസ്സിലാവും നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത്. കാരണം ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണല്ലോ ഇത് വെളിയിലേക്ക് ഇത് വരുന്നത്. കാരണം ആരെയും വന്നിട്ട് നിർബന്ധിച്ച് നമ്മൾ പടം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ നിർമ്മാണ ചെലവും വരവ് ചെലവും ഒക്കെ പുറത്തു വിടുന്നത്. അല്ല അങ്ങനെയല്ല, അത് എല്ലാവർക്കും എല്ലാവരുടെ ഡേറ്റ് കിട്ടത്തൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ഒരു അസോസിയേഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ശമ്പളമൊക്കെ കാരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി അറിയട്ടെ എന്ന്. ഇപ്പം ഞാനിപ്പോൾ എന്നോടിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണക്കൊക്കെ വിടുന്നതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വേറൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു അസോസിയേഷനിൽ നിൽക്കുമ്പോൾ മജോറിറ്റിയുടെ അഭിപ്രായമാണ്. പറഞ്ഞു മനസ്സിലായി? നിങ്ങൾ ആ കണക്ക് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് അവിടെ പ്രസക്തിയില്ല. ഒരു നമ്മളൊരു സംഘടനയിൽ നിൽക്കുമ്പോൾ അപ്പോൾ മജോറിറ്റി പറയുകയാണ് അറിയട്ടെ, എല്ലാവരും ഇപ്പോൾ ഇവൻ അറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കാനേ നിവൃത്തിയുള്ളൂ. കാരണം എല്ലാവരും കൂടെ എടുക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ എല്ലാവരും കൂടെ ആ തീരുമാനം വേണ്ട എന്ന് പറയുകയാണോ, അതവിടെ വെച്ച് കട്ട് ചെയ്യും. ഭൂരിപക്ഷം അനുസരിച്ചാണ് തീർച്ചയായിട്ടും. ലിസ്റ്റിന് വ്യക്തിപരമായിട്ട് അതിൽ വലിയ താല്പര്യം ഇല്ല. അല്ല അങ്ങനെയല്ല, വ്യക്തിപരമായിട്ടൊന്നല്ല. നമ്മളിപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആദ്യം നമുക്ക് ഈവൻ തോന്നിയിരിക്കാം ശരിയാണ് ഇത് ആളുകൾ ഇപ്പം ഇവൻ അറിയേണ്ടതായിട്ട് ഇപ്പം ഇവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം ഇവൻ തോന്നാം, 2 പ്രാവശ്യം വെളിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഓ വേണ്ട അത് നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ ചിലപ്പോൾ തോന്നാം. നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെ മാറാലോ. അപ്പോൾ ഇത് വീണ്ടും ഇത് തുടർച്ചയായിട്ട് പോകുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരുടെ ഒരു എതിരഭിപ്രായങ്ങൾ ചിലപ്പം അറിയിക്കും. അപ്പോൾ നമ്മുടെ ചിലപ്പോൾ സംഘടന മീറ്റിംഗ് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഈ വിഷയം എടുത്തിടും. അപ്പോൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് മജോറിറ്റി ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് താല്പര്യമില്ല, ഇങ്ങനെ ഈ ലിസ്റ്റ് പുറത്ത് വിടുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരി അങ്ങനെയാണ് മജോറിറ്റിയുടെ ഒരു താല്പര്യമെങ്കിൽ നമ്മളത് ചെയ്യേണ്ട, അത് നമുക്ക് വിട്ടുപിടിക്കാം എന്ന് വരും. ഇങ്ങനെയാണല്ലോ ഒരു സംഘടനയ്ക്കുള്ളിലുള്ള പല വിഷയങ്ങളും കൊണ്ടുപോകും. അങ്ങനെ ചർച്ച നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി അത് വേണോ വേണ്ടതെന്ന് ഇനി ഒരു കമ്മിറ്റി കൂടി തീരുമാനിക്കും. തീർച്ചയായും അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഒരു ലിസ്റ്റിൻ സ്റ്റീഫനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സെക്രട്ടറി രാകേഷോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസിഡന്റ് ആൻഡോ ജോസഫോ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറോ സിയാദ് വോക്കറോ പേഴ്സണലി എടുത്ത തീരുമാനങ്ങളല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സംഘടനയിൽ ഞങ്ങൾ ഇത്ര പേരുണ്ട്, അപ്പോൾ അത് കമ്മിറ്റി കൂടുമ്പോൾ അതിൻ്റെ അകത്തെ മജോറിറ്റി പറയുവാണ് ഇതാണ് തീരുമാനം എന്ന് കൈയടിച്ച് പാസ്സാക്കി കഴിയുമ്പോൾ അത് പോകാനേ നിവൃത്തിയുള്ളൂ. നിലവിൽ അതിനൊരു
റീതിങ്ക് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ആ ചർച്ചയ്ക്ക് ശേഷം ഇനി അടുത്ത ഒരു സംഭവം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. മീറ്റിംഗ് വിളിച്ചതിന് ശേഷമേ ഇനി ഈ ലിസ്റ്റ് പുറത്തു വിടുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, ഈ മാസം ഇനി വിടുന്ന കാര്യം അതും ഒരു മീറ്റിംഗിന് ശേഷം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പുറത്ത് വിട്ട് കഴിയുമ്പോൾ ചിലവരുടെ ബിസിനസ് നടന്നിട്ടില്ല, ചിലവരുടെ ബിസിനസ് നടന്നിട്ടുണ്ടാവും. അപ്പം ഇത് വെച്ചോണ്ടിട്ട് മുതലെടുക്കുന്നവരുണ്ടാവാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നോണ്ടിട്ട് നമ്മളിത് ഒരുപക്ഷെ റീതിങ്ക് ചെയ്തിരിക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.